കൊടുത്തു പൈസ ഇനി ചെയ്യരുത് കേട്ടാ. അല്ല എന്തായാലും അത് കൊടുക്കണ്ട. പൈസ കൊടുത്തിട്ട് ഓട്ടോ കൊടുക്കുന്നില്ല. ചേച്ചി അവിടെ ഒന്ന് രണ്ട് വീട്ടിൽ ആ വീട്ടിൽ പൈസ കൊടുത്ത് അങ്ങനെ പൈസ കൊടുക്കുന്ന മോശമല്ലേ? ആരുടെ കാൻഡിഡേറ്റിൽ പോയിട്ട് പൈസ കൊടുക്കുന്ന മോശമല്ലേ? വിലസുണ്ടാ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. ആ ഭാഷ എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ പൈസ കൊടുക്കില്ലേ? എന്റെ മൊബൈലല്ലേ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ. നിങ്ങൾ എന്താ പ്രതി? ഞങ്ങളുടെ വാർഡല്ലേ, ഞങ്ങളുടെ വാർഡല്ലേ, നിങ്ങളുടെ വാടക നിങ്ങളുടെ തേങ്ങയിലെ നിങ്ങൾ ചെയ്തോളൂ. നിങ്ങൾ എന്താ എന്റെ മൊബൈലിൽ എന്റെ മൊബൈലിലേക്ക് നിങ്ങളെന്താ വിചാരിച്ചു? നിങ്ങളെന്താ വിചാരിച്ചു? അതിലൊന്നും വേണ്ട. എന്റെ മൊബൈലിൽ എന്റെ കണ്ണുകുട്ടി ഞങ്ങൾക്ക് ബഹുമാനത്തോട് ഒരു കാരണമാണ്. ഫോട്ടോ നിങ്ങൾ ആദ്യം നമ്മളെ അറിയാലോ. എന്നോട് അങ്ങനെയല്ല പറഞ്ഞു. നിങ്ങൾ വന്നത് എന്റെ കാറിന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാണ് നോക്കി. മൊബൈൽ തട്ടിപ്പറിക്കാണോ നോക്കി. നിങ്ങൾക്ക് അത് ചെയ്യേണ്ട കാര്യം. ബഹുമാനം നമ്മൾ അങ്ങേയറ്റം ബഹുമാനമുള്ളതാണ്. അല്ല, നിങ്ങൾ ആദ്യം വന്നിട്ട് നിങ്ങൾ ആദ്യം പറഞ്ഞിട്ട് എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. അങ്ങനെ മൊബൈലാക്കുന്ന കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങളടുത്ത് പറയാം ഇവർ എങ്ങനെ എന്റെ ഫോട്ടോ എടുക്കും പറയും. നിങ്ങളുടെ ഫോട്ടോ എടുക്കണ്ടല്ലോ. വീഡിയോ അതെങ്ങനെ ചേച്ചി നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നത്? നിങ്ങൾ എന്റെ അടുത്ത് വന്നിട്ട് ഇല്ലല്ലോ. നിങ്ങൾ ആദ്യം കൊണ്ട് എന്താ ആദ്യം മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. നിങ്ങൾ പൈസ കൊടുത്ത് കണ്ടിട്ടല്ലേ ചോദിക്കുന്നത്? അല്ല, നിങ്ങളിപ്പോ അതിനോട് സംസാരിക്കും. നിങ്ങൾ ചെയ്തോളി. നിങ്ങൾ എന്താ ചെയ്തോളി. നിങ്ങൾ ചെയ്തോളി. ആയിക്കോട്ടെ. എന്റെ മൊബൈലിൽ നിങ്ങൾ വിളിച്ചു കൊടുക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല. എന്റെ മൊബൈലിൽ വലിച്ചെടുക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല. നേരത്തെ മണലൂരിൽ ഇതേപോലെ തന്നെ BJP കിറ്റ് കൊടുക്കുന്നുണ്ട്, കിറ്റ് കൊടുത്ത് വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു എന്ന ഒരു പരാതി TN പ്രതാപൻ ഉന്നയിക്കുകയും അത് പോലീസ് കേസാവുകയും അന്വേഷണം നടക്കുകയൊക്കെ ചെയ്യുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ വോട്ടിന്റെ കറക്റ്റ് തലേദിവസം തിരുവാക്കുറിശി എന്ന് പറയുന്ന പാലക്കാട് മണ്ഡലത്തിൽ വരുന്ന സ്ഥലത്ത് ഒരു മരണ വീട്ടിൽ ശോഭാ സുരേന്ദ്രനും കുറെ സഹപ്രവർത്തകരും കൂടി ചെല്ലുന്നു. ശോഭാ സുരേന്ദ്രൻ തിരിച്ച് കാറിൽ കയറിയതിനു ശേഷം ഒരു സ്ത്രീ പോയി വീടിന് പുറകിലേക്ക് ആ വീട്ടിലെ വല്യമ്മയെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവർക്ക് പൈസ കൊടുക്കുന്നതിന്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ ഈ വീഡിയോ പ്രകാരം ആണ് എങ്കിൽ ഇത് തെരഞ്ഞെടുപ്പ് ചട്ടത്തിന്റെ ലംഘനമാണ് എന്നതാണ് കോൺഗ്രസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ പരാതി നൽകിയിരിക്കുന്നത്. LDFും അതിൽ നിയമപരമായിട്ട് മുന്നോട്ടും. ഈ വീഡിയോ ഇവർ ഷൂട്ട് ചെയ്തതിന് ശേഷം ഇവർ ശരിക്കും പറഞ്ഞാൽ സംസാരിക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. എന്തിനാ അവരുടെ പുറകെയൊക്കെ സംസാരിക്കുന്നത്? അവർ ഓൾറെഡി ഈ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇതിനു മുൻപ് നിതിൻ ഗഡ്കരിജിക്ക് ഇത്ര രൂപ കൊടുക്കണം, എനിക്ക് ഇത്ര രൂപ കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് യൂട്യൂബിലും അതുപോലെ തന്നെ ഗൂഗിളിലും കിടന്ന് കറങ്ങിയതായിട്ട് മുൻപ് നമ്മൾ കേട്ടിട്ടുള്ള ഒരു സാധനമാണ്. അത് അവരുടെ ഓഡിയോ ക്ലിപ്പ് ആണ് എങ്കിൽ, അവരുടെ ഒറിജിനൽ വോയിസ് ആണ് എങ്കിൽ അവർ കറപ്റ്റഡ് ആണ്, ക്ലിയർ അല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഈ പൈസ കൊണ്ടേ കൊടുത്ത് ചോദിച്ചപ്പോൾ പറയുകയാണ് ആ കുട്ടിയുടെ വല്യമ്മയാണ് എന്നുള്ളത്. വല്യമ്മയ്ക്ക് പൈസ കൊണ്ടേ കൊടുക്കൽ ഈ പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥിയുടെ കൂടെ പോയി നിന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അലിഗേഷൻ ആകും എന്നുള്ളത് അറിയാത്ത ആളല്ല ശോഭാ സുരേന്ദ്രൻ. കൈയോടെ പിടിക്കപ്പെട്ടത് കൊണ്ട് അവിടെ കിടന്ന് മുട്ടാപ്പോക്ക് ന്യായം. പിന്നെ ഷോയാണ്, അതായത് മൊബൈലിൽ വീഡിയോ നിന്റെ മുഖം ഞാൻ അടിച്ചു പൊളിക്കും എന്നൊക്കെ പറയുന്നതൊക്കെ ഷൂട്ട് ചെയ്ത് റെക്കോർഡായി എന്ന് മനസ്സിലായപ്പോൾ തിരിച്ചു വന്നിട്ട് മൊബൈൽ തട്ടിപ്പറിക്കുക. എന്തിനാണ് മൊബൈൽ തട്ടിപ്പറിക്കുന്നത്? അവരുടെ വീഡിയോ ആരും എടുക്കാറില്ലേ? അവരൊരു പൊളിറ്റിക്കൽ ലീഡറല്ലേ? പൊളിറ്റിക്കൽ ലീഡറുടെ വീഡിയോ ആരും എടുക്കാറില്ലേ? അപ്പോൾ അവരുടെ ഗുണ്ടായിസം, അവരുടെ ഈ ത്രട്ട്, ഭീഷണി അത് പുറത്തു വരും എന്നുള്ളത് കൊണ്ടാണ് വന്ന് മൊബൈൽ തട്ടിപ്പിടിക്കുക. ഇവൻ്റെ കാറിൽ നിന്ന് മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നതിന് അവർക്ക് പരാതി ഉണ്ടെങ്കിൽ അവർ പോലീസിൽ പോട്ടെ. അല്ലാതെ കാറിനകത്ത് ഇരിക്കുന്നവൻ്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ പറ്റുക, അവൻ്റെ മുഖം അടിച്ച് പൊളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കയ്യും ചിലപ്പോൾ വെറുതെ ഇരിക്കില്ല. പിന്നെ അതൊരു അക്രമത്തിലേക്ക് പോകും. ആ അക്രമം സ്ഥാനാർത്ഥിയെ ആക്രമിച്ചു എന്നാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ഷൂട്ട് ചെയ്തുകൊണ്ട് സ്ഥാനാർത്ഥി അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ട് അവരുടെ അടുത്ത് തട്ടിക്കയറുന്നതായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. എന്തായാലും ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കലക്ടർക്കും ഉൾപ്പെടെ പരാതിയായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. LDFും ഒരു പരാതി നൽകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശക്തമായ ഒരു മത്സരം നടക്കുന്ന മണ്ഡലമാണ് പാലക്കാട് BJPക്ക് അത്യാവശ്യം നല്ല വേരോട്ടമുള്ള മണ്ഡലം തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. അവിടെ
തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുകൊണ്ട് വോട്ട് പിടിക്കുന്നു എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും പരാതി. എന്തായാലും തെരഞ്ഞെടുപ്പിന് ഈ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഇത്തരത്തിലുള്ള പല ഗിമ്മുക്കുകളും പല ഭാഗങ്ങളിൽ നിന്നും പരാതിയായിട്ട് നമ്മൾ കേൾക്കേണ്ടി വരും, പലതും നമ്മൾ കാണേണ്ടി വരും എന്നുള്ളതൊരു വസ്തു തന്നെയാണ്. എന്തായാലും ശോഭാ സുരേന്ദ്രനെതിരെ പരാതിയുമായിട്ട് ഇരു മുന്നണികളും മുന്നോട്ട് പോവുകയാണ്. തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്തായാലും നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകണമെന്നുള്ളത് കാത്തിരുന്ന് കാണാം.